അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റബീഇന്റെ ചന്ദ്രക്കല ഈ ആകാശഗോളത്തിൽ ഉദയം ചെയ്തത് മുതൽ വിശ്വാസി മാനസങ്ങളിൽ എന്തെന്നില്ലാത്തൊരു കുളിർമയും ആകാംക്ഷയുമാണ്. മനുഷ്യർ മാത്രമല്ല, ഈ മണ്ണും വിണ്ണും ആകാശവും ഭൂമിയുമെല്ലാം ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്തൊരു ഇഷ്ക് കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശക്ക് പോലും അടർന്നു വീണിട്ടില്ലാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിയും പറഞ്ഞും പുകഴ്ത്തുന്ന ഈ വേദിയിൽ DHM ഈ മദ്രസയുടെ പ്രവാസി സംഘടനയുടെ DHM പ്രവാസി സെല്ലിന്റെ ഒരു ആശംസകൾ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ആലി ഹാജിയും സെക്രട്ടറി മുസ്തഫ സാഹിബും ഒക്കെ ഇവിടെ ഉണ്ട്. അവരേറെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. നമുക്കറിയാം, മഹല്ലിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രവാസി സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കാകുന്ന, പ്രവാസികൾക്കാകുന്ന കൈത്താങ്ങ് എക്കാലത്തും ഈ സംഘടന, ഈ കൂട്ടായ്മ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറെ പ്രയാസത്തിലും ഭൂരിപക്ഷം പ്രവാസികളൊക്കെ ഏറെ പ്രയാസത്തിലൂടെയും സങ്കടത്തിലൂടെയും കടന്നു പോകുന്ന ഈ ഘട്ടത്തിലും മനോഹരമായ സമ്മാനം കുട്ടികൾക്ക് വേണ്ടി അവര് വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്ത് തന്നിരിക്കുന്നു എന്ന് ഏറ്റവും വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അവരാഗ്രഹിക്കുന്നത്, പേഴ്സണലായിട്ട് അവരൊക്കെ പറഞ്ഞത്, നിങ്ങളൊക്കെ ദുആ, ഈ ഉമ്മ പെങ്ങന്മാരും ഈ മഹല്ല് കാരണവന്മാരും ഈ കുട്ടികളൊക്കെ ഒരു ദുആ, ആ ദുആ ഞങ്ങൾക്ക് വേണമെന്നാണ്. അത് വളരെ വിനയത്തോടുകൂടി ദുആയിൽ നിങ്ങൾ ഒറ്റ പ്രവാസികളെയും മറന്നു പോകരുത്. അവരിൽ ഒരുപാട് ആളുകൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലും മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങളെ ദുആയാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് DHM പ്രവാസി സെല്ലിനെ സംബന്ധിച്ച് മനോഹരമായി മുന്നോട്ട് പോവുക. 2-3 ആളുകളെ പ്രത്യേകമായിട്ട് പറയുന്നു. ഈ കൂട്ടായ്മ തുടങ്ങിയത് മുതൽ അതിനെ ഫാത്തിഹ കൊണ്ട് ഫത്ഹാക്കുന്ന ബഹ്റൈനിലെ അബ്ദുള്ള സാഹിബ്, നിലപാടുകൾ കൊണ്ട് അതിനെ മുന്നോട്ട് ചലിപ്പിക്കുന്ന അലി ഹാജി സാഹിബ്, DHMന്റെ പ്രവാസി സംഘടനയ്ക്ക് കീഴിൽ മഹല്ലിൽ ആളുകളൊക്കെ അണിനിരത്തി ഒരു DHM ക്ലാസ് റൂം എന്ന പേരിൽ അതിന്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ അളാപ്പ കൂടിയായ മുസ്തഫ സാഹിബ്, അതുപോലെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായ VPM കുട്ടി സാഹിബ്, ജാൻജി മുജീബ് അടക്കമുള്ളവരൊക്കെ ഇതിന് നേതൃത്വം നൽകുമ്പോൾ അവരൊക്കെ ഈ സദസ്സിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ ഒറ്റ കാര്യം, പ്രവാസികൾ സഹിക്കുന്ന പ്രവാസിയുടെ ഏറ്റവും വലിയ 2 വേദനകൾ നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു പ്രത്യേകം ഇതുപോലെയുള്ള മഹല്ലിൽ പരിപാടികൾ നടക്കുമ്പോൾ, വീട്ടിലൊരു പരിപാടികൾ നടക്കുമ്പോൾ ഇതിലൊക്കെ ഏറെ ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികളും. അവർക്കൊന്നും ഇതിൽ കൂടാൻ പറ്റുന്നില്ല. ഇത് പ്രവാസിയുടെ ഏറ്റവും വലിയ സങ്കട. ഈ കുട്ടികൾക്കൊപ്പം, ഈ അവരുടെ ഭാര്യമാർക്കൊപ്പം ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കണ്ടൊന്ന് കളിച്ച് ചിരിക്കാനുള്ള അവസരം, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കടല് കടന്നു പോയവരാണ് അവര്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമതായി ുള്ള പ്രവാസിയുടെ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്ന തലേ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാട്ടിൽ നിന്ന് ബഹ്റൈൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഹൃദയസ്തംഭനം സംഭവിച്ചു മരിച്ചുപോയ ആ മനുഷ്യനെ നാട്ടിലേക്ക് പെട്ടിയിലാക്കി യാത്രയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ മൂത്താപ്പയുടെ മകൻ മക്കയിൽ വെച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. 1.5 വയസ്സുള്ള പിഞ്ചു പൈതലടക്കം 4 മക്കളെയും ഭാര്യയെയും തരിച്ചാക്കി ഖബറിലേക്ക് യാത്രയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര പേരുടെ മക്കളും ഭർത്താക്കന്മാരും പ്രവാസ ലോകത്തുണ്ട്. അവര് നമ്മളെ തനിച്ചാക്കി അലനമറ്റ ശരീരവുമായി ഈ കക്കൂവിൻ്റെ മണ്ണിലേക്ക് വന്നാൽ ഏതുമ്മാക്കാണ്, ഏതുപ്പാക്കാണ് അത് സഹിക്കാനാവുക? ഏത് ഭാര്യക്കാണത് താങ്ങാനാവുക? മക്കളെ ചുംബിക്കാൻ കാത്തിരിക്കുന്ന ഞങ്ങൾ പ്രവാസികൾക്ക് മക്കളെ കണ്ട് ചുംബിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമ്പോൾ അത് പ്രവാസിക്കുള്ള ഏറ്റവും വലിയ നൊമ്പരവും വേദനയുമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ദുആയിൽ മറക്കാതിരിക്കാനാണ്. നിങ്ങളൊക്കെ ദുആ ഞങ്ങൾ പ്രവാസികൾക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റ കാര്യം കൂടി, ഈ നമ്മളെക്കാൾ ഈ ദാറുൽ ഹിക്കമിലെ മഹ്ഫിലെ മീലാദ് നടക്കുമ്പോൾ നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് ഈ ഖബർസ്ഥാനിൽ നമുക്ക് മുമ്പേ യാത്രയായ നമ്മളെ പ്രപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വല്യുപ്പ വാപ്പു ഹാജിയും മിണ്ണി ഹാജിയും അടക്കം നമ്മുടെ ഖാദർ മാസ്റ്റർ, TV ഉസ്താദ് അടക്കമുള്ള ഒട്ടേറെ ഉമറാക്കൾ, ഉലമാക്കൾ അന്തിമയങ്ങുന്നുണ്ട്. അവർക്ക് അല്ലാഹു ആ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാരൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DHM പ്രവാസി സെല്ലിൻ്റെ ഹൃദ്യമായ ആശംസകൾ ഈ മഹ്ഫിലെ മീലാദ് കമ്മിറ്റിക്കും പ്രധാനമായിട്ട് ഇവിടെ ഓടി നടക്കുന്ന സയ്യിദ് മാസ്റ്റർ, പിന്നെ നമ്മുടെ
ഷറഫ് മാസ്റ്റർ, സിദ്ദീഖ് അടക്കമുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട ഹാഷിർ, ബഷീർ അടക്കമുള്ള പേരെടുത്ത് പറയാൻ സമയമില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസകൾ അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.